സംസ്ഥാനത്തെ രൂക്ഷമാകുന്ന വരൾച്ചയെ നേരിടാനും ജലസംഭരണം കാര്യക്ഷമമാക്കാനും ന്യൂസ് 8ന്റെ ഒരു ദിന ക്യാമ്പയിൻ നാളെ. വിദഗ്ധരെയും പരിസ്ഥിതി പ്രവർത്തകരെയും രാഷ്ട്രീയ ഭരണ നേതൃത്വത്തെയും പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ 10 മുതൽ രാത്രി 10 മണിവരെ നീളുന്നതാകും ഈ സാമൂഹ്യ സംവാദ പരിപാടി. ജീവജലം എന്ന് പേരിട്ട ഈ ക്യാമ്പയിനിന്റെ സവിശേഷത പ്രേക്ഷകരുടെ പൂർണ്ണ പങ്കാളിത്തമായിരിക്കും. വരൾച്ച, കൊടുംവേനൽ, മഴ ദൗർലഭ്യം, ജലക്ഷാമം, ജലസംഭരണം എന്നിങ്ങനെ പരസ്പര പൂരകങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ദിനം. വരാൻ പോകുന്ന മഴക്കാലത്തിനപ്പുറം കൊടിയ വേനലിന്റെ ചുട്ടുപൊള്ളുന്ന ദിനങ്ങളാകുമെന്ന അശുഭകരമായ കാലാവസ്ഥാ പ്രവചനങ്ങൾക്കിടയിൽ ന്യൂസ് 18 ജനപക്ഷത്തുനിന്ന് സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. കയ്യേറ്റങ്ങളും ആക്രമണങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും മാത്രം വാർത്തയാകുന്ന കാലത്ത് സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നാളെ മുഴുവൻ ന്യൂസ് 18 ചർച്ച ചെയ്യുന്നു. 44 നദികളുടെയും മഹാവനങ്ങളുടെയും പശ്ചിമഘട്ട മലനിരകളുടെയും കേരളം ശുദ്ധജലത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന കാലത്തേക്ക് പതിച്ചതെങ്ങനെയെന്നും അതിന് പരിഹാരമെന്തെന്നും ഞങ്ങൾ അന്വേഷിക്കുന്നു. സംസ്ഥാനമൊട്ടാകെ നിന്നും ഞങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ, സാമൂഹ്യ പ്രവർത്തകരുടെ സാന്നിധ്യം, ഭരണാധികാരികളുടെ ഇടപെടൽ, പ്രേക്ഷകരുടെ പങ്കാളിത്തം എന്നിങ്ങനെ ഗൗരവമുള്ള ഒരു സാമൂഹ്യ സംവാദവേദിയാകും നാളത്തെ ദിനം. രാവിലെ 10 മുതൽ വൈകിട്ട് 10 വരെ നീളും ജീവജലം എന്ന ന്യൂസ് 18 ക്യാമ്പയിൻ. ഇതിനകം ന്യൂസ് 18ന്റെ ജീവജലം ക്യാമ്പയിൻ സംസ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു ക്യാമ്പയിൻ. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, VT ബൽറാം MLA, BJP നേതാവ് K സുരേന്ദ്രൻ, സിനിമാ സംവിധായകരായ ആഷിഖ് അബു, B ഉണ്ണികൃഷ്ണൻ, പരിസ്ഥിതി പ്രവർത്തകൻ ഹരീഷ് വാസുദേവൻ, നവമാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യം ബഷീർ വള്ളിക്കുന്ന് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ക്യാമ്പയിന് ഫേസ്ബുക്കിൽ പിന്തുണ പ്രഖ്യാപിച്ചു. ആശങ്കകളുടെ ഭീതി ഉയർത്തുന്നതിനപ്പുറം പരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ള ശാസ്ത്രീയ അന്വേഷണവും മൺമറഞ്ഞുപോയ നാട്ടറിവുകളുടെ വീണ്ടെടുപ്പുമാണ് ന്യൂസ് 18 ലക്ഷ്യമിടുന്നത്. പൂർണ്ണമായും പ്രേക്ഷക പങ്കാളിത്തത്തോടെ ഒരു ജനകീയ മാധ്യമ ശ്രമത്തിനാണ് നാളെ ഞങ്ങൾ തുടക്കമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.